الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികൾ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി ആദരിക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരുപാട് ഹിജ്റകൾ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായത് വിശുദ്ധ ഖുർആനും ചരിത്രവുമെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഒരു മഹത്തായ പുണ്യകർമ്മമാണ്, നിർബന്ധമായിട്ടുള്ള കർമ്മവുമാണ് ഹിജ്റ എന്നുള്ളത്. അഥവാ ഒരു നാട് ഇസ്ലാമികമായി ജീവിക്കാൻ പറ്റാത്ത, അവന്റെ വിശ്വാസവും അവന്റെ ആചാരവും അവന്റെ അനുഷ്ഠാനവും കൊണ്ടു നടക്കാൻ പറ്റാത്ത അവസ്ഥാവിശേഷമുണ്ടായാൽ ആ നാട്ടിൽ നിന്നും ഇസ്ലാമിനെ സംരക്ഷിക്കാൻ ദീനിനാണ് മുന്തിയ പരിഗണനയുള്ളത്. ദുനിയാവിനേക്കാളും തന്റെ വീടും തന്റെ കുടുംബവും അതേപോലെ തന്നെ തന്റെ ദുനിയാവിന്റെ എന്തെല്ലാമുണ്ടോ അതിനേക്കാളെല്ലാം വലിയ പരിഗണന ദീനിനാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലായികത്തുകൾ അക്രമികളായ ആളുകളെ റൂഹിനെ പിടിക്കാൻ വരുന്ന സന്ദർഭത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങൾ എന്താണ് അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാതിരുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ആ മനുഷ്യന്മാര് പറയുന്നു, ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ദുർബലരായിരുന്നു, ഞങ്ങൾക്ക് മതമനുസരിച്ച് ജീവിക്കാൻ സാധിച്ചില്ല, മതം കൊണ്ടു നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഈ സമയത്ത് മലക്കുകൾ ചോദിക്കുന്നുണ്ട്, അലം തകുൻ അർളുല്ലാഹി വാസിഅ ഫതുഹാജിറു ഫീഹാ, അള്ളാന്റെ ഭൂമി വിശാലമായിരുന്നല്ലോ കൂട്ടരെ, എന്തേ ഹിജ്റ പോകാഞ്ഞു, എന്തേ ഹിജ്റ പോകാഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രവാചകന്മാരിൽ പലരുടെയും ഹിജ്റ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി, ഞാൻ എന്റെ റബ്ബിലേക്ക് പോവുകയാണ്. തന്റെ ഇറാഖ് എന്ന ഊർ എന്ന ഗ്രാമത്തിൽ ജനിച്ച്, ഇറാഖിലെ ഊർ എന്ന ഗ്രാമത്തിൽ ജനിച്ച് അദ്ദേഹം അവിടെ നിന്ന് ഹിജ്റ പോയി. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതേപോലെ തന്നെ അദ്ദേഹത്തിൽ വിശ്വസിച്ചവരും ആ നാട് വിട്ടുപോയി.
ഇതൊക്കെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഈ പ്രവാചകന്മാരുടെ ഹിജ്റകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഏറെ പാഠമുള്ള ഏറ്റവും മഹത്തായ ഹിജ്റയാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ദീന് സംരക്ഷിക്കാൻ വേണ്ടി മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്ക ഏറെ പ്രിയപ്പെട്ട മണ്ണായിരുന്നു. നമ്മൾ പല തവണ പല കുറി കേട്ടതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുന്ന സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, വഖഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹസ്വറത്തിൻ ഫഖാല അലിംതു അന്നകി ഖൈറു അർളില്ലാ. മക്കയുടെ ബൗണ്ടറിയിൽ നിന്ന് ബൗണ്ടറി വിട്ടുപോകുന്ന സമയത്ത് കണ്ണീരോടുകൂടി മക്കയിലേക്ക് തിരിഞ്ഞ് മക്കയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കുകളാണ്, അലിംതു അന്നകി ഖൈറു അർളില്ലാ. എനിക്കറിയാം അള്ളാഹുവിന്റെ ഭൂമികളിൽ ഏറ്റവും നല്ല മണ്ണാണ് മക്ക, നീ. വഹബുൽ അർളി ഇലല്ലാഹി അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാടുമാണ്. പക്ഷേ വലൗല അന്ന അഹ്ലകി അഖ്റജൂനി മിൻകി മാ ഖറജ്തു, നിന്റെ നാട്ടുകാർ എന്നെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ഈ മണ്ണ് വിട്ടു പോകില്ലായിരുന്നു എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗദ്ഗദനായി പറയുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ആ ഹിജ്റയുടെ മുന്നൊരുക്കം നടന്നിട്ടുള്ള മാസത്തിലാണ് കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ച പോലെ മുഹറം എന്ന പരിശുദ്ധ മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ പരിപാവനമാണെന്ന് പഠിപ്പിച്ച നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മുഹറം പവിത്രമായത് എന്ന് പഠിപ്പിച്ച മാസം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റമദാൻ കഴിഞ്ഞാൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, നോമ്പ് നോൽക്കുന്നത് ഇഷ്ടപ്പെട്ട മാസം എന്നും നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ മനസ്സിലാക്കി. ഈ ഹിജ്റ, അവരുടെ നാടും വീടും എല്ലാം വിട്ട് അവർ ഹിജ്റ പോയത് എന്തിനു വേണ്ടിയായിരുന്നു സഹോദരന്മാരെ? അള്ളാഹുവിന്റെ ദീന് സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. സുഹൈബ് റൂമിയുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് തന്നെയുണ്ട് സുഹൈബ് റൂമിയെ സംബന്ധിച്ചാണ് അത് ഇറങ്ങിയത് എന്നാണ് പണ്ഡിതന്മാർ മുഫസ്സിറുകൾ പഠിപ്പിക്കുന്നുണ്ട്. എന്തായിരുന്നു? അദ്ദേഹം റോമക്കാരനായിരുന്നു. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലാ ഇലാഹ, അദ്ദേഹം മക്കയിലെത്തി. വലിയ കച്ചവടക്കാരനായിരുന്നു. മക്കയിൽ വന്ന് കോടികളെ ബിസിനസ്, അദ്ദേഹം വലിയ ലാഭമുണ്ടാക്കി, വലിയ സമ്പന്നനായി. അങ്ങനെ മക്ക ജാഹിലിയ അറബികളുടെ കൂട്ടത്തിൽ ജീവിക്കുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി ആ പ്രവാചകത്തെ മനസ്സിലാക്കി അദ്ദേഹം സുഹൈബ് റൂമി മുസ്ലിമായി. അങ്ങനെ ഹിജ്റ പോകുന്ന സമയത്ത് നമുക്ക് ചരിത്രത്തിൽ ചരിത്രകാരന്മാർ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. മക്കയിലെ മുശ്രിക്കുകളിൽപ്പെട്ട ഒരു കൂട്ടം കിങ്കരന്മാരായിട്ടുള്ള ആളുകൾ സുഹൈബ് റൂമിയുടെ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ കൂടി എങ്ങോട്ടാ പോകുന്നത്? അവർക്ക് അറിവ് കിട്ടിയിട്ടുണ്ട് മദീനയിലേക്ക് മുസ്ലിമീങ്ങൾ കടന്നു കളയുന്നു. പിടിച്ചുവെച്ചു. എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന് സുഹൈബ് റൂമി ചോദിക്കുന്നു. നീ വളരെ ഒന്നുമില്ലാത്ത, നീ ദരിദ്രനായ ഒന്നുമല്ലാത്ത ആളായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ നിന്നും നീ ഒരുപാട് സമ്പത്തുണ്ടാക്കി. ആ സമ്പത്തുമായി മദീനയിലേക്ക് കടന്നു കളയാമെന്ന് നീ വിചാരിക്കേണ്ടതില്ല. ഈ സമയത്ത് അദ്ദേഹം പറയാണ്, എന്റെ സമ്പത്താണോ നിങ്ങൾക്ക് ആവശ്യം? എല്ലാം അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഹിജ്റ പോകുന്നതിന് മക്ക മുശ്രിക്കുകൾക്ക് വിട്ടേച്ചുകൊണ്ടാണ് അദ്ദേഹം പോയത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ കുറിച്ച് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റബിഹ സുഹൈബ്. മുത്തനബിയുടെ വർത്തമാനമാണ്. സുഹൈബ് ലാഭം നേടി. കോടിക്കണക്കിന് രൂപ വെറുതെ അങ്ങോട്ട് കൊടുത്തു പോയിക്കാണ്. പക്ഷേ ദീനാണ് ഏറ്റവും വലിയ ലാഭം, ദീനാണ് ഏറ്റവും വലിയ സമ്പത്ത്. റബിഹ സുഹൈബ്, റബിഹ സുഹൈബ്, റബിഹ സുഹൈബ്. സുഹൈബ് ലാഭം നേടിക്കഴിഞ്ഞു, സുഹൈബ് ലാഭം നേടിക്കഴിഞ്ഞു, സുഹൈബ് ലാഭം നേടിക്കഴിഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനിലെ ആയത്തിറങ്ങി സൂറത്ത് ബഖറയിലെ 207 ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമിൻ നാസി മൻ യശ്തരി നഫ്സഹു ബിതിഖാഅ മർളാത്തില്ലാഹ്. ജനങ്ങളുടെ കൂട്ടത്തിൽ ചിലരുണ്ട്. എന്താ അവരുടെ പ്രത്യേകത? വമിനൻ നാസി മൻ യശ്തരി നഫ്സഹു ബിതിഖാഅ മർളാത്തില്ലാഹ്. അവർ അവരുടെ ദേഹത്തെ, സ്വദേഹങ്ങളെ വിറ്റു. എന്താ പകരമായി വാങ്ങിയത്? അള്ളാഹുവിന്റെ തൃപ്തിയാണ് അവർ വാങ്ങിയത്. സ്വദേഹങ്ങളെ വിറ്റു. സ്വദേഹങ്ങൾ കൊണ്ട് സമ്പാദിച്ചുണ്ടാക്കിയ, വർഷങ്ങൾ കൊണ്ട് സമ്പാദിച്ചുണ്ടാക്കിയ കോടാനുകോടി സമ്പത്ത്, ദിർഹവും ദീനാറും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടപ്പെട്ട മണ്ണിലേക്ക്, അല്ലെങ്കിൽ ദീനിയായി ജീവിക്കാൻ പറ്റുന്നതിന് തടസ്സമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അതെല്ലാം കൊടുത്തുകൊണ്ടുപോയി. വമിനൻ നാസി, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്, മൻ യശ്തരി നഫ്സഹു ബിതിഖാഅ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ് എന്ന ആയത്ത് ഇറങ്ങിയതിന്റെ കാരണമായി കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് സുഹൈബ് റൂമിയുടെ ഹിജ്റയുടെ പലായനമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും.
സഹോദരന്മാരെ, നമുക്ക് ഒരു ഹിജ്റ പോകേണ്ട അവസ്ഥ അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മുടെ നാട്ടിലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയെയും റസൂലുള്ളാഹിയെയും അല്ലാഹനെയും അതേപോലെ തന്നെ തൗഹീദിനെയും ഏറെ സ്നേഹിച്ചു. ഏറ്റവും വലിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിക്കുന്നു. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ത് വില കൊടുത്തും സംരക്ഷിക്കുന്നു. ദീനിയായി മുഅ്മിനായി കൊണ്ട് ജീവിക്കണം. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ആദർശം, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അത് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ സാധിക്കണം. അതിനെ പറ്റിയ മണ്ണ് വേണം, വിണ്ണ് വേണം. അതിന് സ്വന്തം ജനിച്ച നാട്ടിൽ പറ്റുന്നില്ലെങ്കിൽ തന്റെ എല്ലാമുള്ള, തന്റെ കുടുംബമുള്ള, തന്റെ കൂട്ടുകാരുള്ള, തന്റെ സമ്പത്തും ബിസിനസ്സുമുള്ള, തന്റെ എല്ലാമുള്ള നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പറിച്ചു നടാൻ നമ്മോടാരും പറഞ്ഞിട്ടില്ല. നമുക്കങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടില്ല, വരാതിരിക്കട്ടെ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് എത്ര ത്യാഗമാണ് നമ്മുടെ സഹാബത്ത്. ഇതൊരു കഥ കേൾക്കുന്ന പോലെ നമ്മൾ കേട്ടുപോവുകയാണ്. നമ്മോട് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിക്ക് വേണ്ടി എല്ലാം വെടിഞ്ഞ്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന വന്നപ്പോൾ എല്ലാം വെടിഞ്ഞ് പോകാൻ അവർ തയ്യാറായി. ഇനി ഞാൻ എന്നിലേക്കും നിങ്ങളുടേക്കൊന്ന് മടങ്ങി നോക്കൂ. അല്ലാഹുവിന്റെ പൊരുത്തമില്ലാത്ത എത്ര കാര്യങ്ങളാണ്. കൂട്ടുകാർക്ക് വേണ്ടി അല്ലാഹനെ തെറ്റിക്കുന്ന ആളുകൾ, മാതാപിതാക്കൾക്ക് വേണ്ടി അല്ലാഹുവിനെ തെറ്റിക്കുന്ന മക്കൾ, ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി അല്ലാഹുവിനെ തെറ്റിക്കുന്ന ദമ്പതികൾ, സാഹചര്യത്തിലും നാടിനും വേണ്ടിയിട്ട് തന്റെ ബിസിനസ്സിൽ അതിൽ കൊള്ളലാഭവും അതേപോലെ തന്നെ ഹറാമായ സമ്പത്തും ഉണ്ട്. അത് ശരിയല്ല, അതിൽ പലിശയുണ്ട്. അല്ലാഹുവിന് തൃപ്തിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ സംഗതിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിക്ക് വേണ്ടി അത് മാറ്റിവെക്കാൻ, എല്ലാം മാറ്റിവെക്കാൻ പറഞ്ഞിട്ടില്ല. ഭാര്യയെ ത്വലാഖാക്കാൻ പറഞ്ഞിട്ടില്ല. ഭാര്യ ആ പറഞ്ഞത് കേൾക്കാൻ സന്നദ്ധമല്ല. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച പോലെ സുന്നത്തെടുത്ത് താടിക്ക് വെച്ച് ഭാര്യയുടെ അടുത്തേക്ക് വന്നപ്പോ, അല്ലെങ്കിൽ താടി വെക്കാൻ തുടങ്ങിയപ്പോ ഭാര്യയ്ക്കത് താല്പര്യമില്ല. അപ്പൊ അവരുടെ താല്പര്യത്തിന് വേണ്ടി ഹറാമായ താടി പിടിക്കൽ എന്ന് പണിയെടുക്കുന്നു. നല്ല പർദ്ദയും മഫ്തയും ഇട്ട് നടന്ന്, നല്ല ഹിജാബ് ഇട്ട് നടന്നൊരു പെണ്ണ് കല്യാണം കഴിഞ്ഞ് ഭർത്താവിന് താല്പര്യം ഓപ്പൺ ചുരിദാറും ലെഗിൻസും ഇട്ട് നടക്കലാണ്. മറ്റുള്ളവർ കൂടി കാണിച്ചു കൊടുത്തോ എന്നുള്ളതാണ് ഭർത്താവിന്റെ നിലപാടെങ്കിൽ അയാൾക്ക് പിന്നെ അതാണ് താല്പര്യം. പിന്നെ അയാളെ വെറുപ്പിക്കാൻ വയ്യല്ലോ എന്ന് എത്ര പെണ്ണുങ്ങളാണ്. കൂട്ടുകാരികൾക്ക് വേണ്ടി, നാടിനു വേണ്ടി, നാട്ടാർക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, ഭാര്യമാർക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, സാഹചര്യങ്ങൾക്കനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപം വാങ്ങുന്നതിനും പടച്ചിറപ്പിന്റെ അദാബ് കിട്ടുന്നതിനും യാതൊരു ഫമാ അസ്ബറഹും അലന്നാർ, നരകത്തിന്റെ വിഷയത്തിൽ അവർ നരകം നിസ്സാരമാക്കി കളയാൻ, നരകത്തിനൊരു വില പോലും കൊടുക്കാതിരിക്കാൻ എന്തൊരു ക്ഷമയാണ് അവർക്ക്. ഒരു വിലയും നരകത്തിന് കാണുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അതുകൊണ്ട് ഹിജ്റയുടെ പാഠം പഠിക്കുമ്പോൾ, മുഹറം വരുമ്പോൾ, ഹിജ്റ പഠിക്കുമ്പോൾ, ഹിജ്റ പറയുമ്പോൾ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത് പടച്ചിറപ്പിന്റെ തൃപ്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തമില്ലാത്ത പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും മുക്കുമുകളിൽ ഹറാമ് കേൾക്കുന്നത്, ഹറാമ് കാണുന്നത്, ഹറാം ആസ്വദിക്കുന്നത്, പ്രിയപ്പെട്ട ഭാര്യയെ ചതിക്കുന്നു, പ്രിയപ്പെട്ട ഭർത്താവിനെ ചതിക്കുന്നു. അല്ലേ? എത്ര ആളുകളാ സഹോദരന്മാരെ. ആര്? 5 വക്ത് നമസ്കരിക്കുന്ന ആളുകൾ, ദീനിയായി നടക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾ. നമ്മളുമായി സ്വകാര്യമായി ബന്ധപ്പെട്ട രംഗങ്ങളിൽ പലതും നമ്മൾ മാറ്റിവെക്കുകയാണ്. നമുക്കറിയാം അത് ശരിയല്ല, പാടില്ല, അത് ഹറാമാണ്, മ്ലേച്ഛമാണ്, വൃത്തികേടാണ്. പക്ഷേ മാറ്റിവെക്കാൻ തയ്യാറാകുന്നില്ല. അതിൽ നിന്നും ഒരു യൂട്ടേൺ എടുത്ത് തിരിച്ചു വരാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇവിടെ സഹോദരന്മാരെ, സഹാബത്തിന് എന്താ പ്രചോദനമായത്? അള്ളാഹുവിന്റെ ദീനാണ് അവർക്ക് വലുത്. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് അവർക്ക് വലുത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂറായിരുന്നു അത്. അതാണ് ഹിജ്റയിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അടങ്ങാത്ത സ്നേഹമാണ് ഹിജ്റ പഠിപ്പിച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ കൂടെ ഹിജ്റ പോകാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അള്ളാന്റെ അനുമതിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുമതി കൊടുക്കുന്നത്. ഹിജ്റ പോകുന്ന ചരിത്രം, ആ ഒരു ചരിത്രം നമ്മൾ വായിച്ചെടുക്കുന്ന സമയത്ത് ചിത്രം വരച്ച പോലെ ചരിത്രകാരന്മാർ വരച്ചെടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ തെക്കം പാർത്ത് നടക്കുന്ന മക്കയിൽ മുശ്രിക്കുകൾ, കിങ്കരന്മാരായിട്ടുള്ള ആളുകൾ സൗർ ഗുഹയിൽ 3 ദിവസം താമസിക്കുന്നു. വലിയ പ്ലാനും പദ്ധതിയുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ളത്. സൗർ ഗുഹ എന്നുള്ളത് മദീന റൂട്ടിലല്ല. എന്നിട്ടും ശത്രുക്കളുടെ അവരുടെ റൂട്ട് തെറ്റിക്കാൻ വേണ്ടി മദീന റൂട്ടിലല്ലാത്ത സൗർ ഗുഹയിൽ പോയി 3 ദിവസം താമസിച്ച് അവരുടെ തെരച്ചിൽ ശമിച്ചു. അവർ
റസൂലുള്ളാഹി രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന ആ സമയത്താണ് അവർ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര തുടരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു വാഹനത്തിലും റസൂലുള്ളാഹി മറ്റൊരു വാഹനത്തിലും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചില സമയത്ത് റസൂലുള്ളാഹിന്റെ മുമ്പിൽ തന്റെ വാഹനത്തെ ഓടിക്കുന്നു, കുറച്ചു കഴിഞ്ഞാൽ പിന്നിൽ വാഹനത്തെ ഓടിക്കുന്നു. ഇതിങ്ങനെ സ്ഥിരം തുടർന്നപ്പോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ അബൂബക്കർ, എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ പോകുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരും മുമ്പിൽ നിന്നും ആക്രമിക്കാതിരിക്കാൻ, അമ്പയ്യാതിരിക്കാൻ, പ്രയാസപ്പെടുത്താതിരിക്കാൻ, നബിയെ കണ്ട ആരെങ്കിലും മുമ്പിലൂടെ ആക്രമിക്കാതിരിക്കാൻ. പെട്ടെന്ന് എനിക്ക് റസൂലുള്ളാഹിനെ ആരെങ്കിലും പിന്നിൽ നിന്നും ആക്രമിക്കോ എന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് എന്റെ വാഹനത്തെ പിന്നിലൂടെ നയിക്കുന്നു. ഇങ്ങനെ റസൂലുള്ളാഹിനെ സ്നേഹിച്ചു റസൂലുള്ളാഹി പറഞ്ഞതെല്ലാം അംഗീകരിച്ച് കേട്ട ആ സഹാബത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പലായനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹിന്റെ മുമ്പ് തന്നെ മദീനയിലേക്ക് പലായനം ചെയ്ത് മദീന ഒരുക്കി. വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന, അതേ മദീനക്കാരായ ആളുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, അൻസാറുകളെ കുറിച്ച് പറഞ്ഞു. മദീന അവർക്ക് ഒരുക്കി കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖബ ഉടമ്പടികളിലൂടെ മക്കത്തെ ഹജ്ജിന് വന്ന മദീനക്കാരായ ആളുകൾക്ക് ദീന് പറഞ്ഞു കൊടുത്തു. ദീൻ അവർ മനസ്സിലാക്കി. അള്ളാഹിന്റെ പ്രവാചകരെ, ഇത്ര പ്രയാസം സഹിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ പോറ്റിക്കോളാം അള്ളാഹിന്റെ പ്രവാചകരെ, ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങളെ മുഅ്മിനീങ്ങളെ, ഞങ്ങളെ നാട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞ് മദീനക്കാർ കൊണ്ടുപോവാണ്. അവരെ നാടും അവരെ ഈമാനും അവരെല്ലാം ഒരുക്കി. മക്കക്കാർക്ക് വേണ്ടി എല്ലാം അവർ തയ്യാറാക്കി, മുഹാജിറുകൾക്ക് വേണ്ടി. അതാണ് അൻസാറുകളുടെ ചരിത്രം. ഈ അൻസാറുകളും മുഹാജിറുകളും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മുത്തുനബി പഠിപ്പിച്ചതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് വർത്തമാനമില്ല. രണ്ടാമത് ആലോചിക്കേണ്ടതില്ല. നാടും വീടും ഒന്ന് ആലോചിച്ച് നോക്ക് സഹോദരന്മാരെ. സ്വന്തം നാടും വീടും നമ്മുടെ ബിസിനസ്സും നമ്മുടെ എല്ലാം ഇട്ടെറിഞ്ഞ് മറ്റൊരു നാട്ടിലേക്ക് പോകണമെന്ന് ഒരുപക്ഷെ ഭാര്യ കൂടെയില്ല, ഭർത്താവ് കൂടെയില്ല. കാരണം ഭാര്യ കാഫിറത്താണ്, ഭർത്താവ് കാഫിറാണ്, മക്കള് കാഫിരീങ്ങളാണ്, മാതാപിതാക്കൾ കാഫിരീങ്ങളാണ്. ബന്ധമെന്ന് പറഞ്ഞാൽ ആദർശബന്ധമാണ് സഹോദരന്മാരെ. ആദർശമുണ്ടോ? പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് നമ്മുടെ ആദർശമുണ്ടോ? അവളാണ് യഥാർത്ഥ ഭാര്യ. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണ്. നമ്മുടെ ഭാര്യ മുസ്ലിമത്താണ്, നമ്മൾ മുസ്ലിമീങ്ങളാണ്, മക്കൾ മുസ്ലിമീങ്ങളാണ്, മാതാപിതാക്കൾ മുസ്ലിമീങ്ങളാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഭാര്യയും മക്കളും ഭർത്താവും മാതാപിതാക്കളും ആകുന്നത് എപ്പോഴാണെന്നറിയാമോ? എല്ലാവരും ദീനിന്റെ നിയമങ്ങൾ കൊണ്ടു നടക്കുമ്പോഴാണ്. ഭർത്താവിന് ദീൻ അത്ര ഒന്നുമില്ല, അയാളെങ്ങനെ പോകുന്നു, ചിലപ്പോൾ നിസ്കരിച്ചാലായി, അതല്ല ബന്ധം. അതേപോലെ തന്നെ ഭാര്യ മക്കൾ മറ്റൊരു റൂട്ടിൽ. യഥാർത്ഥത്തിൽ എല്ലാവരും ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൊണ്ടു നടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താകുന്നത്? ആ ഒരു ഇസ്ലാം പഠിപ്പിച്ച ദാമ്പത്യമാകുന്നത്. അതുകൂടി നമ്മൾ ഇതിൽ കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും മുഅ്മിനാകുന്ന പ്രശ്നമില്ല, ഈമാൻ പൂർണ്ണമാകുന്ന പ്രശ്നമില്ല. എപ്പോഴാ ഒരു മനുഷ്യന്റെ ഈമാൻ പൂർണ്ണമാകുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം മക്കളെക്കാളും സ്വന്തം മാതാപിതാക്കളെക്കാളും അതേപോലെ തന്നെ സർവ്വ ജനങ്ങളെക്കാളും ഇണതുണകളെക്കാളും തന്റെ ജീവിതത്തിൽ എന്തെല്ലാം താൻ നേടിയിട്ടുണ്ടോ അതിനെന്തിനേക്കാളും മുന്തിയ പരിഗണന, മുന്തിയ വില മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കണം. എങ്ങനെയാണ് ആ കൊടുക്കല്? റസൂലുള്ളാഹിന്റെ വാക്കുകൾക്ക് വില കൊടുക്കുകയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റണം. നബി പറഞ്ഞതാണോ? ഒരാളുടെ ജീവിതത്തിലുള്ള ഒരു പോരായ്മ സൂചിപ്പിച്ചപ്പോ, ഒരു മൗലവിയോ അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ സൂചിപ്പിച്ചപ്പോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിനെതിരാണ് എന്ന് കേൾക്കുന്ന മുറക്ക് തന്നെ അത് ജീവിതത്തിൽ എന്റെ നബി പഠിപ്പിച്ചിട്ടുണ്ടോ, എന്റെ പ്രവാചകൻ അത് പറഞ്ഞിട്ടുണ്ടോ, ഞാനത് ഒഴിവാക്കുന്നു. എന്റെ ജീവിതത്തിൽ എന്ത് വേണ്ട, അത് എനിക്ക് എത്ര ദുനിയാവ് നേടിത്തരുന്ന കാര്യമാണെങ്കിലും എനിക്കത് വേണ്ട. കാരണം നോക്കൂ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവതൽ ഈമാൻ. 3 കാര്യങ്ങൾ അതുണ്ടെങ്കിൽ ഈമാനിന്റെ മധുരം ഒരു മനുഷ്യൻ ആസ്വദിക്കാം. ഈമാനിന്റെ മധുരം ആസ്വദിക്കാൻ, ഈമാനിന്റെ മാധുര്യം ഒരു മനുഷ്യന് കിട്ടും. 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം അൻ യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹും അല്ലാഹുവിന്റെ റസൂലുമാണ് ഒരു മനുഷ്യന് ഏറ്റവും പ്രിയപ്പെട്ടത്. ഒരു മനുഷ്യന് ഏറ്റവും പ്രിയപ്പെട്ടതാരാ? അല്ലാഹുവിന്റെ റസൂലാ. അങ്ങനെയല്ലേ ഈമാനും മധുരണ്ടാവില്ല സഹോദരന്മാരെ. പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട്, ലോകത്തെ ഏറ്റവും മധുരകരമായ ആസ്വാദനകരമായ കാര്യം എന്താണെന്നറിയോ? അഥവാ ഒരു യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ ഏറ്റവും ആസ്വാദനകരമായ കാര്യം അത് ഇബാദത്ത് ചെയ്യലാണത്ര. ഇബാദത്ത് ചെയ്യുക, 5 വക്ത് നിസ്കരിക്കുക. നമുക്ക് അങ്ങനെയാണോ? നമുക്ക് ആസ്വാദനം കിട്ടും മൊബൈലായിട്ട് ഇങ്ങനെ റീൽസ് കാണുമ്പോ,
അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സംഗതികൾ കാണുമ്പോൾ, ചില ആളുകൾക്ക് ഹറാമുകൾ കാണുമ്പോൾ, ചില ആളുകൾക്ക് മ്യൂസിക് കേൾക്കുമ്പോൾ, ചില ആളുകൾക്ക് ഇങ്ങനെ ദുനിയാവിന്റെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വലിയ ആസ്വാദനമാണ്, അതിൽ നിന്നും തിരിഞ്ഞു പോരാൻ സാധിക്കുന്നില്ല. എന്നാൽ യഥാർത്ഥ മുഅ്മിനാണോ അയാൾക്ക് ഇങ്ങനെ നമസ്കരിക്കുമ്പോൾ, ദിക്ർ ചെല്ലുമ്പോൾ, അതേപോലെ തന്നെ പടച്ചറബിന് വഴിപ്പെട്ട് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ പരലോകത്ത് കിട്ടുകയാണല്ലോ എന്ന് മനസ്സിലാക്കി ദാനം ചെയ്യുമ്പോൾ, ഇബാദത്ത് ചെയ്യുമ്പോൾ ആസ്വാദനം കിട്ടുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മുഅ്മിനാണോ, ഇബാദത്താണ് ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ ആസ്വാദനം, ഏറ്റവും വലിയ ആസ്വാദനം. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, രാജാക്കന്മാർ നമ്മളെ ജീവിക്കാൻ വിടില്ലായിരുന്നു. അഥവാ രാജാക്കന്മാരായിട്ടുള്ള ആളുകൾ അവർ എല്ലാ ദുനിയാവിന്റെ സുഖങ്ങളും ആസ്വദിക്കുന്നവരാണ് രാജാക്കന്മാർ. പക്ഷേ ഇബാദത്തുകൾ കൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന ആസ്വാദനം രാജാക്കന്മാർക്ക്, ഖലീഫമാർക്ക് എങ്ങാനും അറിയുമായിരുന്നെങ്കിൽ നമ്മൾ അവർ കൊന്നുകളയുമായിരുന്നു. കാരണം അവരെക്കാൾ സുഖം നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. ജീവിതത്തിൽ പട്ടിണിയായിരിക്കാം, ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവരായിരിക്കും, പക്ഷെ ആസ്വദിക്കുകയാണ് ജീവിതം. ഒന്നും പ്രശ്നമില്ല, ജീവിതം ആസ്വദിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അത് എന്താണ്? ഖാലു സമിഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, വ അതഅന, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. എന്താണ് അങ്ങനെ? ഇന്നത്തെ കാലത്ത് അത് പറ്റുമോ? ഇന്നൊക്കെ അങ്ങനെ പറ്റുമോ? ഇന്ന് അങ്ങനെ ബിസിനസ് ചെയ്യാൻ പറ്റുമോ? ഇന്ന് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ഇന്ന് അങ്ങനെ കല്യാണം നടത്താൻ പറ്റുമോ? മക്കളെ കല്യാണം വളരെ വൃത്തികെട്ട്, മാതാപിതാക്കൾക്ക് അറിയാം, കാരണന്മാർക്കറിയാം, ആഭാസമാണ്. അത് ആഭാസമാണ്, നമുക്ക് പറ്റിയ പണിയല്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെ പറ്റുമോ? നമുക്കറിയാം. നമ്മളുടെ ലക്ഷങ്ങൾ എടുത്തിട്ടാണ്, 10,000 എടുത്തിട്ടാണ് ആ ആഭാസം നടത്തുന്നത്, ആഭാസങ്ങൾ നടക്കുന്നത്. നൂറുകണക്കിന് ആളുകളെ, ആയിരക്കണക്കിന് ആളുകളെ മുമ്പിൽ നിർത്തി പ്രായപൂർത്തിയായ ആണും പെണ്ണും ഫോട്ടോ എടുക്കുക എന്നും പറഞ്ഞു, ഫോട്ടോഷൂട്ട് എന്നും പറഞ്ഞു പല കോലത്തിൽ നടക്കുന്ന നമ്മുടെ മക്കൾ, നമ്മുടെ പേരക്കുട്ടികളുടെ കല്യാണത്തിന്റെ സമയത്താണ് നടക്കുന്നത്. നമ്മുടെ സമ്പത്താണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള കനിഞ്ഞിറങ്ങിയിട്ട് നൽകിയിട്ടുള്ള സമ്പത്താണ്. ആ സമ്പത്ത് കൊണ്ടാണ് ഈ തോന്നിവാസം കാണിക്കുന്നത് എന്ന് കാരണവന്മാർക്കറിയാം, മാതാപിതാക്കൾ. പക്ഷെ നിയന്ത്രിക്കാൻ വയ്യ. ആരൊക്കെയോ പിണക്കേണ്ടി വരും, ആരുടെയൊക്കെ അനിഷ്ടം സമ്പാദിക്കേണ്ടി വരും. പക്ഷെ അതോടൊക്കെ അയഞ്ഞെടുക്കുകയാണ്. അതുകൊണ്ട് എന്തും ചെയ്യാം, എന്തും കാട്ടിക്കൂട്ടാം. അള്ളാഹു നമ്മുടെ മകൾക്ക്, അള്ളാഹു നമ്മുടെ മകന് ഒരു ഇണയെ തന്നു, അള്ളാഹു നൽകി. അള്ളാഹുവിന്റെ ആയത്താണത്. ഒമിൻ ആയാതി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ. അള്ളാന്റെ ആയത്താണത്, അള്ളാന്റെ അനുഗ്രഹമാണത്. ഇണതുണകളില്ലാത്ത എത്ര ആൾക്കാർ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവ് മരിച്ചു, ഭാര്യ മരിച്ചു, 1 കൊല്ലം കൊണ്ട്, 2 കൊല്ലം കൊണ്ട്, 3 കൊല്ലം കൊണ്ട്, 5 കൊല്ലം കൊണ്ട്, പിന്നെ കല്യാണം നടന്നിട്ടില്ല, ഒറ്റയായി നടക്കുകയാണ്. സമ്പത്തേറെയുണ്ട്, ഇണതുണയില്ല, കല്യാണം ഇങ്ങനെ നടക്കണില്ല. ഇത്ര കാലമായി ആ മാതാപിതാക്കൾ ഓൾക്ക് വേണ്ടി ഒരു കുട്ടിയുണ്ട്, ഓൾക്ക് എത്ര കാലമുണ്ട് നോക്കുന്നു, നടക്കണില്ല. അള്ളാഹ് തീരുമാനിച്ചാലേ നടക്കുള്ളൂ. അതുകൊണ്ട് വൈവാഹിക ജീവിതം എന്നുള്ളത്, അതിലുള്ള ബറക്കത്ത് എന്നുള്ളത്, ഇണതുണകൾ എന്നുള്ളത് അള്ളാഹു തരുന്ന അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം നമ്മുടെ മക്കൾക്ക് അള്ളാഹു നൽകിയിട്ട് അന്ന് പോലും തോന്നിയാസം കാണിച്ച്, അല്ലേ, എല്ലാവിധ മേക്കപ്പും ലിപ്സ്റ്റിക്കും അതേപോലെ തന്നെ പൊട്ടിയടിച്ച് എല്ലാം റെഡിയാക്കി ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ ഭാര്യമാർ. ഇന്ന് കല്യാണപ്പെണ്ണ് മാത്രമല്ല, ആ പെണ്ണിന്റെ ഉമ്മ, ആ പെണ്ണിന്റെ ജ്യേഷ്ഠത്തി, ആ പെണ്ണിന്റെ അനിയത്തി, വലിയ വിലയുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കളാണ് മുഖത്ത് വെച്ചിട്ടുള്ളത്, ശരീരത്തിൽ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ലോറിസ്കരിക്കാൻ വയ്യ. ലോറിസ്കരിച്ച് ഓതെടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പോകും. അതുകൊണ്ട് അന്ന് ലോറില്ല, അന്ന് അസറില്ല, അന്ന് മഗ്രിബില്ല, ഒക്കെ കലാ ആയിക്കോട്ടെ. അള്ളാഹിനെയും റസൂലിനെയും പിണക്കുന്നതിന് പ്രശ്നമല്ല. സഹോദരന്മാരെ, നമ്മുടെ അവസ്ഥയാണ് ഈ പച്ച മലയാളത്തിൽ ഖുതുബ കേൾക്കുന്ന നമ്മുടെ അവസ്ഥയാണിത്. പച്ച മലയാളത്തിൽ എല്ലാ ആഴ്ചയും ഖുതുബ കേൾക്കുന്നവരുടെ അവസ്ഥയാണ്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തും അവരുടെ ജീവിതവും അവരുടെ ത്യാഗവും ഈ സമയത്ത് നമ്മൾ ഓർക്കുന്നത്, നമ്മുടെ സമൂഹത്തിന്റെയൊക്കെ ഒരു കാട്ടിക്കൂട്ടലൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് സഹോദരന്മാരെ. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും അങ്ങനെ ഉൾക്കൊള്ളാനുള്ള തൗഫീഖും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുവാനാവട്ടെ. ഹിജ്റയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പറയപ്പെട്ട ഹിജ്റ നമുക്കാർക്കും ഇല്ല എന്നും നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ നമ്മളെല്ലാവരും നിർബന്ധമായും പോകേണ്ട ഒരു ഹിജ്റയുണ്ട്. നമ്മളെല്ലാവരും നിർബന്ധമായും പോകേണ്ട ഒരു ഹിജ്റയുണ്ട്. എന്താണത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമാ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ മുസ്ലിമു, ആരാ മുസ്ലിം എന്ന് പഠിപ്പിക്കണം. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റു മുസ്ലിമീങ്ങൾ അവന്റെ നാവിൽ നിന്നും അവന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ മുസ്ലിമാണ്. ഞാൻ മുസ്ലിം ആകണമെങ്കിൽ
5 വക്ത് നിസ്കരിക്കുന്നു, ദാനധർമ്മം ചെയ്യുന്നു, ഹജ്ജ് ചെയ്യുന്നു, ഉംറ ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ എന്റെ കയ്യിൽ നിന്നും എന്റെ നാവിൽ നിന്നും മറ്റുള്ള മുസ്ലിമീങ്ങൾക്ക് രക്ഷയില്ല, സമാധാനമില്ല, ഓൽക്ക് ആശ്വാസമില്ല. എന്റെ അടുത്ത് ഓടുകയാണ്. ഭാര്യയ്ക്ക് എന്നിൽ നിന്ന് സുഖം കിട്ടണില്ല, സമാധാനം കിട്ടണില്ല, മക്കൾക്കില്ല. ബാപ്പ വീട്ടിക്ക് വരാതിരുന്നാ മതി, വല്യാപ്പ അങ്ങോട്ട് വരാതിരുന്നാ മതി, ഭർത്താവ് അങ്ങോട്ട് വരാതിരുന്നാ മതി, കുറച്ച് സമയമെങ്കിലും ആശ്വാസത്തിൽ കഴിയട്ടെ. സ്വന്തം വീട്ടുകാർക്ക് സമാധാനം കൊടുക്കാത്ത ഉമ്മമാർ, അമ്മായിമ്മമാർ, മരുമക്കൾ, മാതാപിതാക്കൾ, മക്കൾ, അയൽവാസികൾക്ക് സമാധാനം കൊടുക്കാത്തവർ, സ്വന്തം കീഴിൽ ജോലിയെടുക്കുന്നവർക്ക് സമാധാനം കൊടുക്കാത്തവർ, അതേപോലെ തന്നെ മുതലാളിമാർക്ക് സമാധാനം കൊടുക്കാത്തവർ ഒരു 5 വക്ത് നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. നിസ്കരിക്കൂല എന്നല്ല. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് മറ്റുള്ള ആളുകൾ സുരക്ഷിതരാണ് എന്ന സർട്ടിഫിക്കറ്റ് അള്ളാഹു കോലാണ്ട് കൊടുത്ത ഞാൻ മുസ്ലിമാണ്, പരിപൂർണ മുസ്ലിമാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞു അൽ മുഹാജിറു ഖാല ഫമൽ ഹിജ്റ അൽ മുഹാജിറു. എന്നിട്ട് റസൂൽ പറഞ്ഞു ആരാണ് ഹിജ്റ പോയവൻ? മക്കയിൽ നിന്നും അബിസീനയിലേക്ക് ഹിജ്റ പോയവൻ, മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോയവൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫലസ്തീനിലേക്ക് ഹിജ്റ പോയി എന്നൊക്കെ നമ്മൾ പറയുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആരാണ് ഹിജ്റ പോയവൻ? ഹിജ്റ പോയവൻ ആരെന്ന് ചോദിച്ചാൽ മൻ ഹജറ മാ നഹല്ലാഹു അൻഹു, അള്ളാഹു വിലക്കിയ ഹറാമിൽ നിന്നും ഹിജ്റ പോയവനാണ് യഥാർത്ഥ ഹിജ്റ പോയവൻ. അള്ളാഹു വിലക്കിയ ഹറാമുകൾ, തോന്നിവാസങ്ങൾ, ചെയ്തുകൊണ്ടിരിക്കുന്ന ഹറാമുകൾ, അത് ഹറാമാണ്, മോശമാണ്, അത് ഞാൻ ചെയ്യാൻ പാടില്ല, അത് എന്റെ പരലോകത്തെയും ദുനിയാവിനെയും ആഖിറത്തിനെയും അത് നശിപ്പിക്കും, അത് ചെയ്യാൻ പാടില്ല, ഞാൻ രഹസ്യമായി ചെയ്യുന്നത്, പരസ്യമായി ചെയ്യുന്നത്. അതുകൊണ്ട് ഹറാമിൽ നിന്നും ആ ഹറാമിനെ ഒഴിവാക്കിക്കൊണ്ട്, വൃത്തികേടിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരാൾ മാറി നിന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഹിജ്റ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹിജ്റയുടെ മാസത്തിൽ ഞാനും നിങ്ങളും പോകേണ്ട ഹിജ്റയാണത്. ആർക്കെങ്കിലും ജീവിതത്തിൽ ഹറാമുകൾ ഒഴിവാക്കാത്ത, സ്ഥിരമായി നമ്മൾ കൊണ്ടു നടക്കുന്ന ഹറാമുകൾ രഹസ്യ ജീവിതത്തിൽ നമുക്ക് മാത്രമേ അറിയുള്ളൂ. വളരെ മാന്യനാണ് പുറത്തേക്ക്, ആളുകൾക്കിടയിൽ ഖുത്ബ പറയുന്നു, പ്രഭാഷണം നടത്തുന്നു, അതേപോലെ തന്നെ 5 വക്ത് നിസ്കരിക്കുന്ന പള്ളി കമ്മിറ്റിക്കാരൻ എല്ലാമുണ്ട്. പക്ഷേ പരലോകത്തെ യൗമത്തുൽ രഹസ്യങ്ങളെല്ലാം വെളിവാക്കപ്പെടുന്ന ദിവസം നമ്മൾ വിചാരിക്കും എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും കുറെ ആളുകൾ നാണം കെടുത്തപ്പെടുമല്ലോ, എല്ലാവരുടെ രഹസ്യങ്ങൾ പറയല്ലോ. അങ്ങനെയല്ല, അങ്ങേ അറ്റത്ത് നാണക്കേടേണ്ട ദിവസമാണത്. നമ്മുടെ മാതാപിതാക്കളും മക്കളും, അതേപോലെ തന്നെ ഭാര്യമാരും ഭർത്താക്കന്മാരും അയൽവാസികളും നമ്മൾ വലിയ മാന്യനാണ് എന്ന് വിചാരിച്ച് കുപ്പായിട്ട് കിടന്ന ആൾക്കാരായിരുന്നു നമ്മൾ. പക്ഷെ അവരെ മുമ്പിൽ ഇത്ര മോശപ്പെട്ട ആളായിരുന്നു എന്നുള്ളത് അവിടെ വെളിവാക്കപ്പെടുന്നൊരു ദിവസമുണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഹറാമുകളോട് രാജിയാകുന്ന ആളുകൾ, ഹറാമിൽ നിന്നും രാജിവെച്ച് പിരിയുന്ന ആളുകൾ, അതാണ് ഹിജ്റ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അംർ ഇബ്നു അബസ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റജുലുൻ യാ റസൂലല്ലാഹി അയ്യുൽ ഈമാനി അഫ്ളൽ, ഈമാനിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള കാര്യം ഏതാണ്? റസൂലുള്ളാഹി പറഞ്ഞു അൽ ഹിജ്റ, ഈമാനിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള ഹിജ്റയാണ്. അപ്പൊ ആ സഹാബി ചോദിച്ചു ഫമൽ ഹിജ്റ, എന്താണ് ഹിജ്റ? എല്ലാവർക്കും ഹിജ്റ ഇല്ലല്ലോ, എന്താണ് ആ പറഞ്ഞ ഹിജ്റ? ഖാല തഹ്ജുറു അസ്സൂ, ഹറാമുകളെ ഒഴിവാക്കലാണ്. കണ്ണുകൊണ്ട് സ്ഥിരമായി കാണുന്ന ഹറാമുകൾ, അതേപോലെ തന്നെ ഹറാമായിട്ടുള്ള ബന്ധങ്ങൾ, ഭാര്യയെ ചതിക്കുന്ന ഭർത്താവിനെ ചതിക്കുന്ന ബന്ധങ്ങൾ, ഓരോ ബന്ധങ്ങളും മനസ്സുകൊണ്ട് വ്യഭിചരിക്കുന്നു, കൈകൊണ്ട് വ്യഭിചരിക്കുന്നു, കൈവിരൽ കൊണ്ട് ബ്രൗസിംഗ് കൊണ്ട് വ്യഭിചരിക്കുന്നു, അതേപോലെ തന്നെ ചാറ്റിങ്ങിലൂടെ വ്യഭിചാരം നടത്തുന്ന, മനസ്സുകൊണ്ടും കാലുകൊണ്ടും എല്ലാം വ്യഭിചാരം നടക്കുന്നു. സ്ഥിരമായി ഹറാമ് ചെയ്യുന്ന ആളുകൾ മാറി നിൽക്കാൻ സാധിക്കുന്നില്ല. സഹോദരന്മാരുടെ നമ്മുടെ അമലുകൾ മുഴുവൻ പൊളിഞ്ഞു പോകും. ആളുകളുടെ മുമ്പിൽ മാന്യനായി നടന്ന് രാത്രിയുടെ ഒറ്റക്കാവുന്ന സമയത്ത്, രാത്രിയുടെ അന്ത്യാമങ്ങളിൽ ഒറ്റക്കാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് ഒറ്റക്കാവുന്ന സമയത്ത് ഹറാമുകൾ ചെയ്തുകൂട്ടി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിഹാമ പർവ്വത കണക്കെ അമലുകൾ ചെയ്ത് പരലോകത്ത് വലിയ അമലിന്റെ ആളാണ്. നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, കാര്യങ്ങളൊക്കെയുണ്ട്, സൽക്കർമ്മങ്ങളുണ്ട്, ഹുസ്നുൽ ഖുൽഖുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പരലോകത്ത് ചെന്ന് നോക്കുമ്പോൾ അവന്റെ പ്രവർത്തനങ്ങളെല്ലാം, അമൽ സ്വാലിഹാത്തുകളെല്ലാം ധൂളികളാക്കി പോകുന്ന അവസ്ഥാവിശേഷം. ആരാണ് പ്രവാചകരെ ആ ഹതഭാഗ്യർ? ആരാണ് ആ ഹതഭാഗ്യർ? നിങ്ങളിൽ നിന്നുള്ളവരാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ളവരാണെന്ന് റസൂലുള്ളാഹി. പിന്നെയും ചോദിച്ചു ആരാണ് അവർ? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു അമലുകളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒറ്റക്കാകുന്ന സമയത്ത് ഹറാമുകളിൽ വിരാജിക്കുന്ന ആളുകളാണ്, ഹറാമുകൾ ചെയ്തു കൂട്ടുന്ന ആളുകളാണ്. കാണാൻ പാടില്ലാത്ത കാണുന്നു, മോശപ്പെട്ടത് കാണുന്നു, കേൾക്കുന്നു, ഹറാമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു, കൂടെ ജോലി ചെയ്യുന്ന പുരുഷനുമായി, കൂടെ ജോലി ചെയ്യുന്ന സ്ത്രീയുമായി, കൂടെ ജോലി ചെയ്യുന്നവരുമായി കൊണ്ട് ഇങ്ങനെ ഹറാമുകൾ ചെയ്തു കൂട്ടുന്നു. ഇതെല്ലാം
കണ്ണിന്റെ കട്ടുനോട്ടമറിയുന്ന റബ്ബ് ഇതെല്ലാം എഴുതി വെക്കുന്നുണ്ട്. മിസ്കാല ദർറത്തിൻ ശർറൻ യറ, ഒരു അണുമണി തൂക്കം ഷർറ്, അത് ഒരു തിന്മ, ഒരു സംസാരം അന്യപുരുഷനോട് അന്യ സ്ത്രീയോട് നടത്തുമ്പോൾ അത് മാന്യമാണോ, മാന്യതയിൽ നിന്നും ലവലേശം പെട്ടിട്ടുണ്ടോ എന്ന് നമ്മളെക്കാൾ അറിയുന്ന റബ്ബ്. യഅലമു ഖായിനത്തുൽ അയുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്ന, അതേപോലെ തന്നെ കൽബിൽ മറച്ചു വെക്കുന്നത് അറിയുന്ന റബ്ബ് എല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് ഹറാമുകളിൽ നിന്നും ഹിജ്റ പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് നമ്മൾ കഴിഞ്ഞ ഖുത്ബയിലും പറഞ്ഞു, ഈ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചു. മുഹറം മാസത്തിലെ നോമ്പ് റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പാണ്. ഈ മുഹറം മാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ച മുഹറം 10 അന്നത്തെ നോമ്പ്. മുഹറം 10 അന്ന് നോമ്പെടുക്കുക. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേല്യരെ വർഷക്കണക്കായി, ധാരാളക്കണക്കിന് വർഷം കൊടിയ പീഡനങ്ങൾ സഹിച്ചു. ബനൂ ഇസ്രായേലുകൾ കിബിത്തികളുടെ പ്രയാസങ്ങൾ സഹിച്ചു. മൂസാ നബിയുടെ ആഗമനത്തോടുകൂടി അവരെ രക്ഷപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ രക്ഷപ്പെടുത്തിയ ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് മുഅ്മിനീങ്ങൾക്ക് ആ ദിവസം മുഹറം 10 അന്നാണത്, അന്ന് നോമ്പ് നിശ്ചയിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ആ നോമ്പ് ഒരു വർഷത്തെ പാപങ്ങൾ മുഴുവൻ പൊറുക്കാൻ അത് കാരണമാകുന്നു. ഒരൊറ്റ നോമ്പ് ഒരു വർഷത്തെ പാപങ്ങൾ മുഴുവൻ പൊറുക്കാൻ അത് കാരണമാകുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ വീട്ടിൽ നമ്മുടെ ആളുകൾ, നമ്മുടെ കുടുംബക്കാരെല്ലാവരും ആ നോമ്പ് അനുഷ്ഠിക്കണം. ഇന്ന് പലപ്പോഴും സമൂഹത്തിൽ കാണുന്നത് ബിദ്അത്തിന്റെ നോമ്പ്, ഒരു ബറാത്ത് നോമ്പ് വന്നാൽ, അതേപോലെ തന്നെ ബിദ്അത്തുകളുടെ നോമ്പ് വന്നാൽ വാട്സാപ്പിലും ഫേസ്ബുക്കിലും എല്ലാവരെയും വലിയ പ്രചാരമാണ്, പ്രചണ്ഡ പ്രചാരമാണ്. പക്ഷെ സുന്നത്തായ നോമ്പുകൾ അങ്ങനെ ഉണ്ട്. ഒരു അറഫ നോമ്പ് വന്നാൽ അത് വേറെ ചർച്ചയൊന്നുമില്ല. ബിദ്അത്തായ നോമ്പ് എല്ലാവരും നോറ്റിട്ടുണ്ടായിരിക്കും. എല്ലാവരും സ്കൂളുകളിൽ നിന്നും പിന്നെ ഒരു ടീച്ചർ പറയുകയാണ്, ടീച്ചറോട് കുട്ടികൾ ചോദിക്കുകയാണ്, ടീച്ചർ ഇന്ന ബറാത്തിന്റെ നോമ്പ് നോറ്റിട്ടുണ്ടോ? ഒരു ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾ ചോദിക്കുകയാണ്, ഇന്ന് ടീച്ചർ നോമ്പ് നോറ്റിട്ടുണ്ടോ, ബറാത്തിന്റെ നോമ്പ് നോറ്റിട്ടുണ്ടോ, അതേപോലെ തന്നെ മിറാജിന്റെ നോമ്പ് നോറ്റു. ബിദ്അത്തിന്റെ നോമ്പുള്ള ദിവസം കുട്ടികൾ ചെറിയ കുട്ടികളാണ്, 2, 3, 4 ക്ലാസ്സിലുള്ള കുട്ടികളാണ്. അവർ സ്വാഭാവികമായിട്ടും ഒരു സ്ഥിരമായി ഇല്ലാത്തൊരു സംഗതി മുസ്ലിങ്ങൾക്കിടയിൽ ഉള്ളത്, സൊസൈറ്റിയിൽ ഉള്ളത് അവർ ചോദിക്കും. എന്നാൽ ഒരു അറഫയുടെ നോമ്പ് വന്നാൽ, ഒരു മിറാജ്, അതേപോലെ തന്നെ ഒരു സുന്നത്ത് നോമ്പ് വന്ന ചോദ്യമൊന്നുമില്ല. അപ്പൊ എല്ലാ വീടുകളിലും വളരെ ശക്തമായി ബിദ്അത്തിന്റെ നോമ്പ് ചെയ്ത് നോൽപ്പിച്ച് ജനങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ സമൂഹം ഏറെ ശ്രമിക്കുന്നുണ്ട്, പുരോഹിതന്മാരേറെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സുന്നത്തിന്റെ നോമ്പുകൾ അനുഷ്ഠിക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. അതുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 10 നോമ്പ് പഠിപ്പിച്ചു. ഈ മുഹറം 10 നോമ്പ് ജൂതന്മാർ ചെയ്യുന്നുണ്ട്. ജൂതന്മാരും ഒരു പ്രവാചകന്റെ അനുയായികളാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ആ പ്രവാചകൻ പഠിപ്പിച്ച ആദർശത്തിൽ എല്ലാവരും ഉള്ളത് എന്ന് നമുക്കറിയാം. അവര് മതം വെട്ടിത്തിരുത്തി, കുറെ മാറ്റിത്തിരുത്തലുകൾ ഉണ്ടാക്കി. അതുകൊണ്ട് ജൂതന്മാരും അത് നോക്കുന്നത് കൊണ്ട് തന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പ്രത്യേകതയാണെന്ത്, മറ്റുള്ള മതസ്ഥരുമായി പിന്നെ അവരുടെ മതസ്ഥരുമായി ഒരു നിലക്കും ഒരു താദാത്മ്യവും പാടില്ല, ഒരു നിലക്കും പാടില്ല. അതുകൊണ്ട് മുഹറം 10 ജൂതന്മാർ നോമ്പനുഷ്ഠിക്കുന്നതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹറം 9 ഞാൻ നോമ്പനുഷ്ഠിക്കും, അവരോട് എതിരാകാൻ വേണ്ടി. അപ്പൊ മുഹറം 9ന്റെയും 10ന്റെയും നോമ്പ് പണ്ഡിതന്മാർ പറഞ്ഞു, വേണമെങ്കിൽ 11 ഒരാൾക്ക് നോക്കാം എതിരാകാൻ എന്നുള്ള നീയത്തോടു കൂടി. 9 നോക്കാൻ പറ്റാത്ത ആളുകൾക്ക് 11 നോക്കാം, ഇനി 9, 10, 11 നോക്കാം. ഏതായിരുന്നാലും ഒരു വർഷത്തെ പാപം മുഴുവൻ പൊറുക്കുന്ന മുഹറം 10ന്റെ നോമ്പ് പഠിപ്പിച്ചു റസൂലുള്ളാഹി പ്രത്യേകം പറഞ്ഞു 9ന്റെ നോമ്പ്. അങ്ങനെ മറ്റുള്ള മതസ്ഥരുമായി അവരുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ള നമ്മൾ ഉറപ്പുവരുത്തും. ഇസ്ലാം എത്ര സ്ഥലത്താണ് ശ്രദ്ധിച്ചത്. ഞാൻ എന്റെ ഖുത്ബയിലൂടെ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും, പലപ്പോഴായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നോമ്പ് തുറക്കണ സമയത്ത് പെട്ടെന്ന് നോമ്പ് തുറക്കാൻ പറഞ്ഞു. ജൂത ക്രിസ്ത്യാനികൾ നോമ്പ് തുറക്കുന്നത് വളരെ ലാഗടിപ്പിച്ചിട്ടാണ്, കുറെ കഴിഞ്ഞിട്ടാണ് അവർ നോമ്പ് തുറക്കുന്നത്. താടി വെക്കാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജൂത ക്രിസ്ത്യാനികൾ താടി പഠിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ വസ്ത്രധാരണ വിഷയം പറഞ്ഞു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാജിമാരോടായ ആളുകൾ ദുൽഹിജ്ജ 10 അന്ന്, ദുൽഹിജ്ജ 9 അറഫ കഴിഞ്ഞ്, അറഫയുടെ രാത്രി മഗ്രിബിന് ശേഷം, അറഫ കഴിഞ്ഞ് മഗ്രിബിന് ശേഷം ദുൽഹുലൈഫയിലേക്ക് പിന്നെ മുസ്ദലിഫയിലേക്ക് വന്ന് മുസ്ദലിഫയിൽ ഒരു രാത്രി താമസിച്ച് മുസ്ദലിഫയിൽ നിന്നും മിനയിലേക്ക് പോകണം ദുൽഹിജ്ജ 10 അന്ന്, പെരുന്നാളിന്റെ അന്ന്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോഴാ പോകാൻ പറഞ്ഞത്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് പോകണം. ആ വിഷയം പഠിച്ചു നോക്കിയപ്പോഴാണ് അതിന്റെ അത്ഭുതം മനസ്സിലായത്.
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ദലിഫയിൽ നിന്നും മിനയിലേക്ക് അല്ലെങ്കിൽ തവാഫും സഅയും ചെയ്യാൻ മുസ്ദലിഫ വിടാൻ പറഞ്ഞത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് പോകണം എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ സൂര്യൻ ഇരുട്ടത്ത് പോവുകയോ? അല്ല, സുബഹി കഴിഞ്ഞ് സുബഹി നിസ്കാരം കഴിഞ്ഞ് വെളിച്ചെങ്ങനെ ജസ്റ്റ് വെളിച്ചെങ്ങനെ പരന്ന് പരസ്പരം സാധനങ്ങൾ, അടുത്തുള്ള സാധനങ്ങളെ, അടുത്തുള്ള ആളുകളെ, അടുത്തുള്ള വസ്തുക്കളെ കാണുന്ന ഒരവസ്ഥയിലെത്തി. സൂര്യന്റെ ഉദയം തുടങ്ങിയിട്ടില്ല. പരസ്പരം നടക്കാനും പോകാനൊക്കെ പറ്റുന്നൊരു വെളിച്ചെങ്ങനെ പരന്ന ആ സമയത്ത് പോകണം, സൂര്യൻ ഉദിക്കാൻ പാടില്ല. അപ്പൊ പരിശോധിച്ചു, എന്താ സൂര്യൻ ഉദിച്ചാല്? അപ്പൊ മക്കയിലെ മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്തിരുന്നു. അവർ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് സൂര്യന്റെ ഉദയം കഴിഞ്ഞിട്ടേ അവരെന്തായിരുന്നത് ഉലൈഫയിൽ നിന്നും മുസ്ദലിഫയിൽ നിന്നും അവര് മിനായിലേക്ക് അല്ലെങ്കിൽ തവാഫിനും സയ്യിനും പോയിരുന്നത്. അവിടെ പോലും റസൂലുള്ളാഹി പഠിപ്പിച്ചു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യുന്ന പ്രവർത്തനം നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. അവര് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ടേ അവർ പോകുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സൂര്യൻ ഉദിക്കണതിന് പോകണം. ഇത്ര കാര്യങ്ങളില്ല സഹോദരന്മാരെ. അപ്പോ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന മുത്തഖീകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ദീനിയായി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നമ്മുടെ മക്കൾക്കുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم اجرنا من النار وادخلنا الفردوس يا رب العالمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا ارحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.